1 പത്രോസ് 5:5-6 പറയുന്നുണ്ട്, യുവാക്കന്മാരെ നിങ്ങൾ വിധേയരായി, ശ്രേഷ്ഠന്മാർക്ക് വിധേയരായിരിക്കും, പരസ്പര വിനയത്തിന്റെ മേലങ്കി ധരിക്കുകയും ദൈവം അഹങ്കാരികളെ എതിർക്കുകയും എളിമയുള്ളവർക്ക് കൃപ കൊടുക്കുകയും ചെയ്തു. അതുകൊണ്ട് പറയുന്നത്, കർത്താവിന്റെ ശക്തമായ കരത്തിന് കീഴെ താഴ്മയോട് നിൽക്കുവിൻ, അവിടെ തക്ക സമയം നിങ്ങൾ ഉയർത്തിക്കൊള്ളും. അതുകൊണ്ട് കുമ്പസാരിക്കാനൊക്കെ പറ്റാത്തതിന് കാരണം നമ്മൾ അഹങ്കാരമുള്ളതുകൊണ്ട്, നല്ല അനുതാപ കണ്ണുനീര് നമ്മളിൽ ഉണ്ടാകാത്തതിന് കാരണം നമുക്ക് അഹങ്കാരമുള്ളതുകൊണ്ടാണ്. കുമ്പസാരിക്കാൻ പോലും നമുക്ക് പാപബോധവും ഇല്ലാത്തതിന് കാരണം നമ്മൾ അഹങ്കാരം എന്നുള്ള സ്പിരിറ്റ് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് കുമ്പസാരക്കൂട്ടി ചെല്ലുമ്പോൾ നമുക്ക് പാവമില്ലെന്ന് പറയും. എല്ലാവരും എനിക്ക് ആ വിശുദ്ധനാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് അഹങ്കാരത്തിന്റെ അരൂപിയാണ്. സർവ്വ ഹല്ലേലൂയ. വേളമേലുള്ളവർക്ക് ഈ അനുതാപമുള്ളൂ. അതുകൊണ്ടാണ് ലൂക്കാ സുവിശേഷത്തിന്റെ 5-ാം അധ്യായത്തിന്റെ 8-11 വചനത്തിൽ പത്രോസ്ലീഹ പറയുന്നുണ്ട്, കർത്താവേ, ഞാൻ പാപിയാണ്, നീ എന്നിൽ നിന്ന് അകന്നു പോകണം. എളിമയുണ്ട്. പത്രോസിൽ എളിമയുള്ളതുകൊണ്ട് പരിശുദ്ധാത്മാവിന് ആ വ്യക്തിയിലേക്ക് പ്രവേശിക്കാൻ പറ്റും. എളിമയുള്ളവർക്ക് അനുതാപം ഉണ്ടാവും. പാപം ചെയ്യുമ്പോൾ പെട്ടെന്ന് പശ്ചാത്തലം, ദൈവത്തിൻ്റെ ഞാൻ തെറ്റ് ചെയ്യുന്നുള്ള പാപബോധം, ഞാൻ തെറ്റ് ചെയ്യുന്നു, ഞാൻ തെറ്റിലാണ് കഴിയുന്നത്, തിന്മയിലാണ് കഴിയുന്നത് എന്നുള്ള ബോധ്യം കിട്ടുന്നത് എളിമയുള്ള ഹൃദയം. അല്ലെങ്കിൽ അവരോർക്കുന്നത് ഞങ്ങൾ ശരിയാണ് എന്നുള്ള കാഴ്ചപ്പാട്. അവരാരെ കൊല്ലുമ്പോഴും അവർ അഹങ്കാരമാണ്. ഇപ്പോൾ ലോകത്തെ അഹങ്കാരത്തിന്റെ സ്പിരിറ്റാണ്. പിശാചിന്റെ നേച്ചർ ബേസിക്കലി അവൻ അഹങ്കാരിയാണ്. ഹല്ലേലൂയ. ജെറമ്യാ 50:31 അഹങ്കാരിയാണ് അവൻ. അഹങ്കാരത്തിന്റെ അരൂപിയാണ് അവന് പ്രവർത്തിക്കുന്നത്. ഞാൻ എന്ന ഭാവമാണ്, ഭയങ്കരമായ ഈഗോയാണ് അവന്. അതാണ് അവന്റെ പ്രത്യേകത എന്നാണ് സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. അപ്പൊ അഹങ്കാരം വരുമ്പോൾ അവർ ആരെ അനുസരിക്കുന്നില്ല, അവരെ എതിരി പറയും, ജീവിത പങ്കാളിയോട് ഭയങ്കര ചീത്ത പറയും, മക്കളോട് ഭയങ്കര മോശമായിട്ട് പെരുമാറും, സഭയോടൊക്കെ വളരെ മോശമായിട്ട് പെരുമാറും. അവർക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റത്തില്ല. അഹങ്കാരം സ്പിരിറ്റ് അവൽ പ്രവർത്തിക്കുന്നത് ഈഗോ എന്നുള്ള സ്പിരിറ്റാണ്. പ്രസലോഷ് ആണ്. ഗലാത്യ 2:20 നമ്മൾ വരണം. അതായത് പൗലോസ്ലീഹ പറയുന്നുണ്ട്, ഇനിവ ഞാനല്ല, അവിടെ പറയുന്നുണ്ട്, ഇനിവ ഞാനല്ല, ക്രിസ്തുവാണ് എന്നെ ജീവിക്കുന്നത്, എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടോ. ഹല്ലേലൂയ.